വളരെ ഗുണമുള്ള മത്തനിലുണ്ടൊരു പലഹാരം ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമ്മളിന്ന്. മത്തനില പൊട്ടിച്ചു, പിന്നെ ഒരു കപ്പ് പച്ചരി 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടു. അതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ അവിലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് കുതിർത്തിട്ട് നമ്മൾ ഇതിൽ ചേർക്കണം. അവിൽ നേരിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അരഞ്ഞൊന്നും വരില്ല. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് എടുത്ത് വറുക്കാം. അത് വേറെയായിട്ട് പൊടിക്കണം കേട്ടോ. പിന്നെ കോൽപ്പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് ആ വെള്ളം എടുക്കണം. പിന്നെ ഈ വെള്ളം പിന്നെ നമ്മുടെ ഉഴുന്നും പരിപ്പ് പൊടിച്ചതും കൂടി നമ്മുടെ ഈ മിക്സിയിൽ ജാലിട്ട് ഈ ദോശമാവ് പരുവത്തിലാണ്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലാക്കാന്നിട്ട് പിന്നെ നമ്മുടെ മത്തൻ്റെ ഇലയാണ്ട് നന്നായിട്ട് കഴുകുക. മണ്ണൊക്കെ ഉണ്ടാവും അതിൽ. പിന്നെ അതിൻ്റെ ഈ ഞരമ്പില്ലേ, പുറത്ത് ഞരമ്പ്, അതൊക്കെ കത്തി കൊണ്ട് ചീന്തി കളയുക. എന്നിട്ട് നമ്മൾ ഒരു കിണ്ണത്തിൽ ഇലയൊക്കെ വിരിച്ച് ടീസ്പൂണിൽ നിന്ന് കോരി ഇതിൻ്റെ മീതിയോട് ഒഴിക്കുക, ചെറുതായിട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെയിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ സ്ഥലത്തേക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണ്ട. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മീതെ വേറെ മത്തൻ്റെ ഇല വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് കോരി ഒഴിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് വേവിക്കാൻ ഈ പാത്രം അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ വീണ്ടും ഇല വയ്ക്കുക, അതിൻ്റെ മുകളിൽ കോരി ഒഴിക്കുക. ഇതിങ്ങനെയുണ്ട് അടക്കടക്കായി ഇങ്ങോട്ട് ചെയ്യുക, ഒന്നിന് മീതെ ഒന്നായിട്ട് കേട്ടോ. എന്നിട്ട് ചുരുട്ടുക. ഇങ്ങനെ ചുരുട്ടുമ്പോൾ നന്നായി അമർത്തി ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു റോളായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് നമ്മൾ വെള്ളം പാകതിൻ്റെ വായിരിക്കാണ്ട് ആവിയിലാണ്ട് വേവിക്കണം. നമുക്കിത് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നന്നായി വെന്തുണ്ടാവും കണ്ട. കറക്റ്റായിട്ട് വെന്തു. എന്നിട്ടാണ്ട് അതിൻ്റെ എടുക്കുക. നല്ല ചൂടുണ്ടാവും. നമ്മൾ ചൂട്ടോടെ ഇങ്ങനെ അതെടുക്കണത് കണ്ട. ഒരു പ്ലക്കർ വെച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് ഇങ്ങനെ അരിയുക കണ്ട. ഇതിങ്ങനെയാണ് അരിയുക, കട്ട്ലറ്റിൻ്റെ പോലെ ഇങ്ങോട്ട് അരിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ തിന്നാം നമുക്ക്. ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം കണ്ട. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായി മൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും കണ്ട. ഇങ്ങനെ 2 വശം നന്നായി മൊരിച്ചാണ്ട് എടുക്കുക. എന്നിട്ട് ഇത് തിന്നു കഴിഞ്ഞില്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ട. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി, സരിതയ്ക്ക് നല്ല ടേസ്റ്റ് തോന്നി. ജഗുവിന് ഞാൻ കൊടുത്തു. ജഗുവിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല.